കള്ളാടി തുരങ്കപാത പദ്ധതി പ്രദേശത്തുണ്ടായ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 7ആയി. തിരച്ചിൽ ഇന്നും തുടരും. ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. കമലുണ്ട് വിവരങ്ങളുമായി. കമൽ, ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണോ? എന്താണ് വിശദ വിവരങ്ങൾ? ഇന്നും തുടരും. ഇപ്പോൾ വിവിധ തെരച്ചിൽ സംഘങ്ങളൊക്കെ എത്തി തുടങ്ങുന്നതേയുള്ളൂ. രാവിലെ തന്നെ തെരച്ചിൽ തുടങ്ങും. ഇന്ന് ഒരു പ്രത്യേക മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താനാണ് ഇന്നലെ വൈകിട്ട് ചേർന്ന യോഗത്തിൽ തീരുമാനമായത്. കാരണം ആ പ്രദേശത്ത് ആണ് ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന പല വിദഗ്ധ സംഘങ്ങളും നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് അങ്ങനെ ഒരു തീരുമാനമുണ്ടായത്. ഇന്നലെ രാകേഷ് ഗുജേദിൻ്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. അത് ഈ മീനാക്ഷി പുഴയിൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ താഴെ നിന്നാണ് ആ മൃതദേഹം കണ്ടെത്തിയത്. ഈ നിർമ്മാണം നടത്തുന്ന ദിലീപ് ബിൽക്കോണിലെ സർവേയർ ആയിരുന്നു പശ്ചിമ ബംഗാൾ സ്വദേശിയായ രാകേഷ്. ഇനി കണ്ടെത്താനുള്ളത് ഹിമാചൽ പ്രദേശ് സ്വദേശിയായ വിക്രം റാണയെയാണ്. വിക്രം റാണ കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ മുതൽ തന്നെ സ്ഥലത്തുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സർക്കാരിൻ്റെ നടപടികളിൽ പൂർണ്ണ തൃപ്തരാണ് എന്നൊക്കെയാണ് ഇന്നലെ അവർ പറഞ്ഞത്. എന്തായാലും മന്ത്രി ടി സിദ്ദിഖ് ഇന്നലെ മുഴുവൻ ഇവിടെ തന്നെ കേന്ദ്രീകരിച്ച ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ മറ്റ് മന്ത്രിമാർ കെ എം ഷാജിയും സണ്ണി ജോസഫും ഉൾപ്പെടെയുള്ളവരൊക്കെ സ്ഥലത്തെത്തിയിരുന്നു. ഫയർഫോഴ്സും അതുപോലെ NDRFും ഒപ്പം തുർക്കി ജീവൻ രക്ഷാ സമിതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുമൊക്കെ തെരച്ചിലിൽ പങ്കാളികളാണ്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, ഇന്ന് പ്രതികൂല കാലാവസ്ഥയില്ല. രാവിലെ തന്നെ ഇളം വെയിലാണ് കള്ളാടി മേഖലയിലുള്ളത്. ഇന്നലെ ശക്തമായ മഴയില്ലെങ്കിൽ കൂടി വൈകിട്ടൊക്കെ കോടയും ചെറിയ മഴയുമൊക്കെ തെരച്ചിലിന് വിഘാതം സൃഷ്ടിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ രാവിലെ നമുക്ക് കാണാൻ കഴിയുന്നത് വളരെ പ്രസന്നമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ പ്രതീക്ഷയോടെയാണ് അധികൃതർ തെരച്ചിൽ തുടങ്ങാനിരിക്കുന്നത്. ശരി, കമലാണ് സംഭവ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്. തെരച്ചിൽ തുടങ്ങാനിരിക്കുകയാണ്.